ഇന്നത്തെ ക്ലാസ് തുന്ദ്ര ക്ലൈമറ്റിക് റീജിയൻ എന്നുള്ളതാണ്. തുന്ദ്ര ക്ലൈമറ്റിക് റീജിയൻ. ഒന്നാമത്തെ ക്ലൈമറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ക്ലൈമറ്റിക് റീജിയൻ ഇക്വട്ടോറിയൽ ക്ലൈമറ്റിക് റീജിയൻ ആയിരുന്നു. രണ്ടാമത്തേത് ഹോട്ട് ഡെസേർട്ട്. മൂന്നാമത്തേത് തുന്ദ്ര ക്ലൈമറ്റിക് റീജിയൻ. എന്താണ് ഇതിന്റെ പ്രത്യേകതകൾ? തുന്ദ്ര ക്ലൈമറ്റിക് റീജിയൻ ഈ കാണുന്ന ഭാഗത്തായിട്ടാണ് കാണുന്നത്. ഏകദേശം നമ്മൾ പഠിച്ച നോർത്ത് പോൾ, കഴിഞ്ഞ പാഠത്തിൽ പഠിച്ച നോർത്ത് പോളിനോട് സമീപത്തുള്ള പ്രദേശമാണ് തുന്ദ്ര ക്ലൈമറ്റിക് റീജിയൻ. 90 ഡിഗ്രി നോർത്ത് പോളിനോട് സമീപം കിടക്കുന്ന പ്രദേശങ്ങളാണ് തുന്ദ്ര ക്ലൈമറ്റിക് റീജിയൻ. ഇതിന്റെ മാപ്പാണ്. അവിടെയുള്ള പ്രധാനപ്പെട്ട ഭാഗം ഏകദേശം വയലറ്റ് കളറിൽ കിടക്കുന്ന ഭാഗമാണ് തുന്ദ്ര റീജിയൻ. ആദ്യം തന്നെ ഒരു ചിത്രം നമുക്ക് കാണാം. ഇഗ്ലു എന്ന് പറയുന്ന ചിത്രമാണ് നമ്മൾ ഈ കാണുന്നത്. എന്താണ് ഇഗ്ലു? This is a temporary house called igloo built by the Inuit tribe. ഇന്യൂട്ട് ഗോത്രവർഗത്തിൽപ്പെട്ടവർ മഞ്ഞുകെട്ടുകൾ കൊണ്ട് ശൈത്യകാലത്തേക്ക് നിർമ്മിക്കുന്ന ടെമ്പററി ഹൗസ്, താൽക്കാലിക വീടുകൾക്ക് പറയുന്ന പേരാണ് ഇഗ്ലു. ഇന്യൂട്ട് ട്രൈബ്സ് താൽക്കാലികമായി നിർമ്മിക്കുന്ന വീടിന് പറയുന്ന പേരാണ് ഇഗ്ലു. മഞ്ഞുകെട്ട കൊണ്ടാണ് ഇതിന്റെ നിർമ്മാണം. Inuits are the dwellers of the permanently snow-covered region in the northern part of North America and Eurasia. വടക്കേ അമേരിക്ക, യൂറേഷ്യ എന്നീ വൻകരകളുടെ വടക്ക് ഭാഗത്തായി സ്ഥിരമായി മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ വസിക്കുന്നവരാണ് ഇന്യൂട്ട്. നമുക്കറിയാം, നോർത്ത് അമേരിക്ക വടക്കേ അമേരിക്കയാണ്. അതേപോലെ യൂറേഷ്യ എന്ന് പറയുന്നത് യൂറോപ്പ്, ഏഷ്യ എന്നീ രണ്ട് വൻകരകളുടെയും ഇടയിലുള്ള ഭാഗമാണ് യൂറേഷ്യ. യൂറോപ്പിന്റെയും ഏഷ്യയുടെയും രണ്ടിന്റെയും അറ്റത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ് യൂറേഷ്യ എന്ന് പറയുന്നത്. ഇവിടെ ഇഗ്ലു എന്ന് പറയുന്നത് ഈ വടക്കേ അമേരിക്ക, യൂറേഷ്യ എന്നീ വൻകരകളുടെ വടക്ക് ഭാഗത്ത് സ്ഥിരമായിട്ട് മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഇന്യൂട്ട് വംശജർ ഉണ്ടാക്കുന്ന വീടിന് പറയുന്ന പേരാണ് ഇഗ്ലു. The region is characterized by extremely long days and nights, each lasting about 6 months. ഇവിടുത്തെ പ്രത്യേകത, വർഷത്തിൽ തുടർച്ചയായിട്ട് 6 മാസം ഇവർക്ക് പകലും തുടർന്ന് രാത്രിയുമാണ്. 6 മാസം അവർക്ക് തുടർച്ചയായി പകൽ അനുഭവപ്പെടുന്നു, അതേപോലെ 6 മാസം അവർക്ക് രാത്രി അനുഭവപ്പെടുന്നു. Inuits are adapted to the adverse climate and the lack of resources. പ്രതികൂല കാലാവസ്ഥയും അതോടൊപ്പം തന്നെ വിഭവങ്ങളുടെ അഭാവവും അതിജീവിച്ച് കഴിയുന്നവരാണ് ഇന്യൂട്ടുകൾ. മഞ്ഞു മൂടിക്കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ പ്രതികൂല കാലാവസ്ഥയുണ്ട്. അവർക്ക് ഉപജീവനത്തിനുള്ള വിഭവങ്ങൾ കണ്ടെത്തുവാനും പ്രയാസമുണ്ട്. Essential commodities are exchanged with other groups on the way. ഇവര് സ്ഥിരമായിട്ട് എന്ത് ചെയ്യാറുണ്ട്? ആവശ്യമുള്ള വസ്തുക്കൾ സഞ്ചാരവേളയിൽ മറ്റു വിഭാഗങ്ങളുമായിട്ട് കൈമാറാറുണ്ട്. Essential commodities are exchanged with other groups on the way. ഇവർ പോകുന്ന വഴിയിലാകട്ടെ മറ്റുള്ള സ്ഥലങ്ങളിൽ ഇവരുടെ ആവശ്യമുള്ള വസ്തുക്കൾ കൈമാറുന്നു. അതോടൊപ്പം തന്നെ they live in small groups and never settle anywhere permanently. Hunting and fishing are the means of life. അവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് ഹണ്ടിങ് ആൻഡ് ഫിഷിംഗ് ആണ്. വേട്ടയാടലും അവരുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം. മൃഗവേട്ട മത്സരമാണ് മീൻസ് ഓഫ് ലൈഫ്, ഉപജീവന മാർഗം.
They live groups. അവർ താമസിക്കുന്നത് ചെറിയ ചെറിയ കൂട്ടങ്ങളായിട്ടാണ് ഇവര് താമസിക്കുന്നത്, ഇവര് ജീവിക്കുന്നത്. And never permanently. ഒരിടത്തും അവരെന്ത് ചെയ്യാറില്ല, സ്ഥിരമായിട്ട് താമസിക്കാറ്. Essential commodities are exchanged with other groups on the way. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നു. They also make houses using the bones of whales, rocks and leather. അവരുടെ വീട് എങ്ങനെയാണ് വീടുണ്ടാക്കുന്നത്? They also make the bones of whale, തിമിംഗലത്തിന്റെ എല്ല്, rough rock, പരുക്കൻ കല്ലുകൾ, and leather, തുകൽ, ഉപയോഗിച്ചാണ് അവരെന്ത് ചെയ്യുന്നത്, വീടുകൾ നിർമ്മിക്കുന്നത്. During some hunt seals. During summer they hunt seals. ഇവര് എന്ത് ചെയ്യാറുണ്ട്, സമ്മർ സീസണിൽ വേനൽക്കാലത്ത് വേട്ടയാടുന്നത് ആരെയാണ്? സീൽസ്, റെയിൻഡിയർ, പോളാർ ബിയേഴ്സ് എക്സെട്ര. ഈ ഇന്യൂട്ട് വർഗ, പോളാർ ബിയർ, ഹിമക്കരടി തുടങ്ങിയവയൊക്കെ they consume the flesh of the hunted animal and make weapon from and horns. ഇവയുടെ മാംസം അവർ ഭക്ഷണമായിട്ട് ഉപയോഗിക്കും, തുകൽ വസ്ത്രമായിട്ട് ഉപയോഗിക്കും, ആയുധങ്ങളായിട്ട് ഉപയോഗിക്കും. വേട്ടയാടി കിട്ടുന്ന മൃഗങ്ങളെ എന്ത് ചെയ്യാറില്ല, അവരുടെ മാംസം ഭക്ഷണമായിട്ട് അവർ ഉപയോഗിക്കും, അവരുടെ തോല് ഉപയോഗിക്കും, ആയുധമായിട്ട് ഉപയോഗിക്കുന്നു. The igloo during the winter, which lasts months. വിന്റർ സീസണിൽ 6 മാസം, ശൈത്യകാലത്ത് ഇവർ എന്ത് ചെയ്യില്ല, ഇഗ്ലൂവിൽ നിന്ന് പുറത്തിറങ്ങാറില്ല, തണുപ്പ്. To save this period, they store in advance. അവര് 6 മാസത്തേക്കുള്ള ഭക്ഷണം ഇവരെന്ത് ചെയ്യുന്നു, കരുതി വയ്ക്കുന്നു. ഇവിടെ ഒരു ചോദ്യം നമുക്ക് കാണാം. Why don't permanent settlement? എന്തുകൊണ്ടാണ് ഇന്യൂട്ടുകൾ സ്ഥിരം വാസസ്ഥലങ്ങൾ നിർമ്മിക്കാത്തത്? ഇന്യൂട്ടുകൾ സ്ഥിരമായിട്ട് വാസസ്ഥലങ്ങൾ നിർമ്മിക്കാത്തത് എന്തുകൊണ്ടാണ്? Inuits experiences extremely long days and night, each lasting about 6 months. അവർക്ക് അനുഭവപ്പെടുന്നത് ഇന്യൂട്ടുകൾ 6 മാസം നീളുന്ന പകലും 6 മാസം നീളുന്ന രാത്രിയുമാണ് ഇവർക്ക് അനുഭവപ്പെടുന്നത്. In order to overcome the adverse climate and lack of resources, ഈ സമയങ്ങളിൽ അവർക്ക് പ്രതികൂല കാലാവസ്ഥയും അതോടൊപ്പം തന്നെ വിഭവങ്ങളുടെ അഭാവവും അവർ നേരിടാറുണ്ട്. They never settle anywhere permanently. അതുകൊണ്ട് തന്നെ ഒരിടത്തും അവർ സ്ഥിരമായിട്ട് താമസം മാക്കാറില്ല. That is why Inuit do not make permanent settlement. അതുകൊണ്ടാണ് അവര് എന്ത് ചെയ്യാത്തത്, സ്ഥിരമായിട്ട് വീടുകൾ നിർമ്മിക്കാത്തത്. Why do the Inuits have different style of dressing? എന്താണ് അവരുടെ ഡ്രസ്സിന്റെ പ്രത്യേകത? Different style of dressing. Inuits have different style of dressing due to the adverse climate. പ്രതികൂല കാലാവസ്ഥ രീതി ആയതുകൊണ്ടാണ് അവർ വ്യത്യസ്തമാർന്ന ഡ്രസ്സുകൾ ധരിക്കുന്നത്. The style of dress helps them to sustain the temperature of body. ഈ രീതിയിലുള്ള വസ്ത്രധാരണം അവരെ ശരീരത്തിൽ ഊഷ്മാവ് നിലനിർത്താനായിട്ട് സഹായിക്കുന്നു. ഡ്രസ്സിന്റെ പ്രത്യേകതയാണ് ഇനിയും പറയുന്നത്. എയർ ടൈറ്റ് leather shoes and double layered jackets and trousers made of fur are the common costume of the Inuits. തുകൽ കൊണ്ട് നിർമ്മിച്ചതും വായു കടക്കാത്തതുമായ പാദരക്ഷകൾ, രോമനിർമ്മിതമായ ഇരട്ടപ്പാളികളുള്ള ട്രൗസറുകൾ, ജാക്കറ്റുകൾ, ഇതാണ് ഇവരുടെ വസ്ത്രരീതി. എയർ ടൈറ്റ് ലെതർ ഷൂസ്.
എയർ ടൈറ്റ് ലെതർ ഷൂസ് എന്ന് പറഞ്ഞാൽ തുകൽ കൊണ്ട് നിർമ്മിച്ചതും വായു കിടക്കാത്തതുമായ ചെരുപ്പ്. പിന്നെ ആൻഡ് ട്രൗസേഴ്സ് മെയ്ഡ് ഓഫ് ഫർ, രോമനിർമ്മിതമായ ഇരട്ടപ്പാളികളുള്ള ട്രൗസറുകൾ, ജാക്കറ്റുകൾ. ഇതാണ് ഇവരുടെ വസ്ത്രരീതി. ഈ ചിത്രം കാണുന്നത് എന്താണ്? വളർത്തു നായ്ക്കൾ ഭരിക്കുന്ന sledges driven by tamed dogs is common seen in the region. വളർത്തുനായകൾ ഭരിക്കുന്ന പരന്ന സ്ലെഡ്ജുകൾ സഞ്ചരിക്കുന്ന ഇന്യൂട്ടുകൾ ഇവിടെ സർവ്വസാധാരണമാണ്. This climatic region lying to the north of the Arctic Circle, 66.5 north, and extending around the North Pole as the Tundra climatic region. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ക്ലൈമാറ്റിക് റീജിയന്റെ ലൊക്കേഷൻ എവിടെയാണ് എന്നാണ് പറയുന്നത്. ഈ നോർത്ത് പോൾ, ഉത്തരാർദ്ധഗോളത്തിൽ ആർട്ടിക് വൃത്തത്തിന് 66 ഡിഗ്രി വടക്ക് ആയിട്ട് സ്ഥിതി ചെയ്യുന്ന ഒന്നാണ് തുന്ദ്ര ക്ലൈമാറ്റിക് റീജിയൻ. This climatic region lying the north of the Arctic Circle, 66.5, and extending around the North Pole is known as the Tundra climatic region. അപ്പം ഉത്തരാർദ്ധഗോളത്തിൽ ഉത്തരധ്രുവവുമായിട്ട് ബന്ധപ്പെട്ട് ഉത്തരധ്രുവത്തെ ചുറ്റി 66 ഡിഗ്രി വടക്കായിട്ട് സ്ഥിതി ചെയ്യുന്നു. ആർട്ടിക് വൃത്തത്തിന് 66 ഡിഗ്രി വടക്ക് ഉത്തരധ്രുവത്തെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന ഒന്നാണ് ഇത് തുന്ദ്ര ക്ലൈമാറ്റിക് റീജിയൻ. This region characterized by very low rainfall. മഴ വളരെ കുറഞ്ഞ സ്ഥലമാണിത്. Low rainfall, then scarce vegetation, സസ്യജാലങ്ങളും വളരെ കുറവാണ്. And extremely low population is actually a cold desert. അതേപോലെ തന്നെ ലോ പോപ്പുലേഷൻ, ജനസംഖ്യ കുറവാണ്, ജനവാസമുള്ള മേഖല കുറവാണ്. ഇതിനെ പറയുന്ന പേരാണ് കോൾഡ് ഡെസേർട്ട്. കോൾഡ് ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ ശീത മരുഭൂമി, തണുത്ത മരുഭൂമി എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. The rarely experienced 10 degrees Celsius in June is considered as the highest temperature here. ജൂൺ മാസത്തിൽ അപൂർവമായിട്ട് അനുഭവപ്പെടുന്ന 10 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടുത്തെ ഏറ്റവും ഉയർന്ന ചൂട്. 10 ഡിഗ്രി സെൽഷ്യസ് ആണ് ജൂൺ മാസത്തിൽ. The major vegetation that survives the extreme cold climate comprises of moss and lichens. അതിശൈത്യത്തെ അതിജീവിക്കുന്ന മോസ് ആൻഡ് ലിച്ചൻസ്, പന്നൽ ചെടി, ലിച്ചൻസ്, പായൽ ചെടി തുടങ്ങിയവയാണ് ഇവിടുത്തെ സസ്യവർഗങ്ങൾ. മോസ് ആൻഡ് ലിച്ചൻസ്. Small flowering plants and shrubs can be seen only during short summers. ഇവിടെ പുഷ്പിക്കുന്ന ചെറുസസ്യങ്ങളും കുറ്റിച്ചെടികളും ഹ്രസ്വമായ വേനൽക്കാലത്ത് മാത്രം ഇവിടെ ഉയർന്നു നിൽക്കാറുണ്ട്. Tall trees are rare here. ഉയരമുള്ള സസ്യങ്ങൾ വളരെ കുറവാണ്. The major fauna includes, ഇവിടുത്തെ ജന്തുക്കൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പോളാർ ബിയേഴ്സ്, റെയിൻഡിയേഴ്സ് ആൻഡ് സീ ആനിമൽസ് ലൈക്ക് വെയിൽസ്, സീൽസ് ആൻഡ് ഫിഷേഴ്സ്. ധ്രുവക്കരടിയുണ്ട്, റെയിൻഡിയർ ഉണ്ട്, സമുദ്രജീവികളായ തിമിംഗലം, സീൽ, മത്സ്യങ്ങൾ തുടങ്ങിയവയാണ് ഇവിടുത്തെ പ്രധാന ജന്തുവർഗങ്ങൾ. പോളാർ ബിയേഴ്സ്, വെയിൽസ്, സീൽ, റെയിൻഡിയർ. ഇവിടെ കാണുന്ന ജന്തുവർഗങ്ങളുടെ പേരുകൾ. ഇനിയും നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു വർക്ക്, നമ്മളിപ്പോ 3 റീജിയൻ പഠിച്ചിട്ടുണ്ട്. ആ 3 റീജിയന്റെയും പേരുകൾ എഴുതുക. എക്സ്റ്റെന്റ് ഓഫ് ലാറ്റിറ്റ്യൂഡ്, അതിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് എഴുതാം. ലാറ്റിറ്റ്യൂഡ്, ആകൃതി, എത്ര ഡിഗ്രി തൊട്ട് എത്ര ഡിഗ്രി വരെയാണ് ഈ സ്ഥലം വ്യാപിച്ചു കിടക്കുന്നതെന്ന് എഴുതാം. ഇവിടുത്തെ ഫ്ലോറ, സസ്യങ്ങളുടെ പേരുകൾ എഴുതാം. ഇവിടുത്തെ ഫോണ, ജന്തുക്കളുടെ പേര് എഴുതാം. ഇവിടുത്തെ ഹ്യൂമൻ ലൈഫ്, മനുഷ്യജീവിതം, സബ്സിസ്റ്റൻസ് ഓഫ് ലൈഫ്, എങ്ങനെയായിരുന്നു ഇവിടുത്തെ അതിജീവനം, ജനങ്ങളൊക്കെ ജീവിക്കുന്നത് എങ്ങനെയാണ്, അവരുടെ തൊഴിൽ എന്താണ് എന്നൊക്കെ എഴുതുക. ഓക്കെ, അപ്പൊ നമ്മള് പ്രധാനമായിട്ടും പറഞ്ഞത് തുന്ദ്ര ക്ലൈമാറ്റിക് റീജിയനെ കുറിച്ചാണ്.
ഇതിന്റെ ലൊക്കേഷൻ 66° നോർത്ത് പോളിന് സമീപത്ത് ആർട്ടിക് വൃത്തത്തെ ചുറ്റിക്കിടക്കുന്ന ഒന്നാണ് ഏത് തുന്ദ്ര ക്ലൈമാറ്റിക് റീജിയൻ. പിന്നെ ഇവിടുത്തെ മറ്റു പ്രത്യേകതകൾ എക്സ്ട്രീംലി കോൾഡ് റീജിയൻ ആണ്, ലോ റെയിൻഫോൾ ആണ്, സ്കേഴ്സ് വെജിറ്റേഷൻ, പിന്നെ ഒരു കോൾഡ് ഡെസേർട്ട് ആണ്, ലോ പോപ്പുലേഷൻ. ഇതൊക്കെയാണ് ഇതിന്റെ മറ്റു പ്രത്യേകതകൾ. പിന്നെ 10°C ആണ് ഇവിടുത്തെ ഉയർന്ന ടെമ്പറേച്ചർ. ഇവിടുത്തെ ഫ്ലോറ എന്തൊക്കെയാണ്? മോസാൻ ലിച്ചൻസ്, ഫോണ, പോളാർ ബിയേഴ്സ്, റെയിൻഡിയർ, വെയിൽസ് ആൻഡ് സീൽസ്. ഇവിടെ ഇവരുടെ ഡ്രസ്സിന്റെ പ്രത്യേകത, അതോടൊപ്പം തന്നെ 2 ചോദ്യങ്ങൾ ഉത്തരങ്ങൾ എഴുതുക. ഇവിടെ താമസിക്കുന്ന ആളുകളുടെ പേര്, ആരാണ് ഇവിടെ താമസിക്കുന്നത്? ഇന്യൂട്ട് വർഗ്ഗക്കാർ. അവരുണ്ടാക്കുന്ന വീടിന് പറയുന്ന പേരാണ് ഇഗ്ലൂ. ഓക്കെ, ഇതോടെ ക്ലാസ് അവസാനിപ്പിക്കുന്നു.